ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്രതീക്ഷിതമായി വന്നതാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വം വന്നത്. രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയാണ്? രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഒരു പ്രവേശനം നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഈ രാഷ്ട്രം അത് നിർമ്മിച്ച രാഷ്ട്രത്തെ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുട്ടി ജനിക്കുമ്പോഴും അതിന്റെ ജീവിതത്തിലൊക്കെ തന്നെ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ തന്നെയാണുള്ളത്. മോഹസിനെ സംബന്ധിച്ച് ഞാനിത് ചോദിക്കാൻ കാരണം, ഒരു കാരക്കാടുള്ള ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്ന് ഒരു പക്ഷേ പുരോഗമന ചിന്താഗതിയുടെ ഒരു പാതയിലേക്ക്, ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് ഒരു മാറ്റം അത് ഏത് രീതിയിലായിരുന്നു എന്നറിയാനാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോ വളരെ രാഷ്ട്രീയത്തില് എന്റെ കുടുംബം അത്ര യാഥാസ്ഥികരാണ് എന്ന് പറയാൻ പറ്റില്ല. എന്റെ വാപ്പാക്ക് ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യുവത്വം നിലനിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ പുള്ളി ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ വളരെ പൊതുപ്രവർത്തനം നടത്തുന്ന എന്റെ വല്യപ്പയൊക്കെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു യാഥാസ്ഥിതിക കുടുംബമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് എന്റെ സ്കൂൾ കാലഘട്ടം മുതലാണ് തുടങ്ങുന്നത്. അത് കൂടുതൽ വായനയും അതുപോലെ തന്നെ ഇടപെടലും പിന്നെ സാധാരണ മനുഷ്യന്റെ ജീവിതം അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതെന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് എന്ന ചോദ്യങ്ങളാണ് എന്നെ ഈ രീതിയിലേക്കുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക്. പക്ഷേ മോഹസിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 8ാം തരത്തിൽ ഒരു പഠനം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണത് തരണം ചെയ്ത് മുന്നോട്ട് പോയത്? 8ാം തരത്തിൽ പഠനം നിർത്തിയതിനുള്ള കാരണം വാർത്തകൾ പലതരത്തിൽ കൊടുക്കുന്നുണ്ട്, ദാരിദ്ര്യം മൂലമൊക്കെയാണെന്ന്. ഒരിക്കലും അല്ല. ഞാനൊരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോ 8ാം തരത്തിൽ പഠനം നിർത്താൻ കാരണം ഈ എന്റെ പ്രദേശത്തുള്ള കാരക്കാടാണെങ്കിലും പട്ടാമ്പിയിലുള്ള ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ കൂടുതൽ +2 10ാം ക്ലാസ് അതിനപ്പുറത്തേക്ക് ഒന്നും കടക്കുന്നില്ല. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ തേടി പോകുന്ന ആളുകളാണ് കൂടുതലും. അതല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിക്കാം, കൂടുതൽ മാക്സിമം 10ാം ക്ലാസ് വരെ പഠിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകാം, ഗൾഫിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ, ബിസിനസ്സോ കച്ചവടം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ രീതിയിൽ ആണ് അവിടെയുള്ള എല്ലാവരും, ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ പെട്ടെന്ന് 18 വയസ്സാവുമ്പോൾ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ കച്ചവടം ചെയ്യണം, ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെന്തിനാണ് പഠിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ലേണിംഗ് ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയാണ് പഠനം നിർത്തുന്നത്. പിന്നീട് കുറച്ചു കാലം ഒരു 2 വർഷത്തോളം കുറച്ചു കാലം പഠിപ്പ് നിർത്തി. ഉപ്പാന്റെ കൂടെയൊക്കെ കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇടപെട്ട് നോക്കി. പിന്നെ പല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ആക്കാനുള്ള ശ്രമങ്ങൾ ഉപ്പ നടത്തി. അപ്പോഴൊന്നും എനിക്ക് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം എന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. പിന്നീട് നമ്മുടെ ചുറ്റുപാടുള്ള സുഹൃത്തുക്കളൊക്കെ പഠിക്കുന്നു, അവരൊക്കെ സ്കൂളിൽ പോകുന്നു. പിന്നെ പഠിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയൂ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ, സ്കൂളിലൊന്നും പോവാതിരുന്നു കഴിഞ്ഞാൽ സമൂഹമൊന്നും നമ്മളെ പരിഗണിക്കില്ല, സമൂഹത്തിന്റെ മുമ്പിലൊന്നും നമുക്ക് ഒരു സ്ഥാനവുമില്ല എന്നുള്ളൊരു തോന്നൽ എന്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. അന്ന് മുതലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി താല്പര്യമെടുക്കുന്നത്. പിന്നീട് 10ാം ക്ലാസ്സൊക്കെ പ്രൈവറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഒരുപാട് അധ്യാപകരും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ഒരുപാട് വ്യക്തികൾ, പേരറിയുന്നവരും അറിയാത്തവരായ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം 10ാം ക്ലാസ് അങ്ങനെ എഴുതി പാസ്സാവുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ നിമിഷം വരെ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു കുറവും വരും. ഇപ്പൊ നിലവിൽ JNUവിൽ ഏത് മേഖലയിലാണ് ഗവേഷണം നടത്തുന്നത്? ഞാൻ അഡൽട്ട് എഡ്യൂക്കേഷൻ പോളിസിയാണ്. വിദ്യാഭ്യാസ മേഖലകളിലുള്ള നയപരമായ കാര്യങ്ങളെ കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് യുവാക്കളും അതുപോലെ തന്നെ മുതിർന്നവർക്കുമുള്ള വിദ്യാഭ്യാസം, അവരുടെ അറിവ് കൂട്ടുന്നതിന് വേണ്ട എന്തൊക്കെ തരത്തിലുള്ള പോളിസീസ് ഉണ്ട്, നയങ്ങളുണ്ട് സർക്കാരിൽ എന്നുള്ളതാണ് ഞാൻ ഗവേഷണം ചെയ്യുന്നത്. അതിന്റെ പോരായ്മകളും പ്രശ്നങ്ങളും